നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലതീഷ്, ഇൻറ്റീരിയർ എക്സ്പേർട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് പെയിൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പെയിൻറ്റുകൾ നമുക്കറിയാം, ചുമരുകളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള പെയിൻറ്റുകൾ അടിക്കുന്നവരാണ്. പുതിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ പലതരം പെയിൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിൽ, പല ഏരിയകളിൽ, പല ആവശ്യങ്ങൾക്കായിട്ട് പെയിൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പെയിൻറ്റുകൾ പ്രത്യേകിച്ച് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ഇൻറ്റീരിയർ പെയിൻറ്റ്, ഒന്ന് എക്സ്റ്റീരിയർ, പുറത്തെ ഉപയോഗങ്ങൾക്കുള്ള പെയിൻറ്റ്. എന്നാൽ ഈ പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് പ്രൈമർ വർക്ക് അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ ചുമരിലടിക്കണം. അതിനുശേഷം പുട്ടി, അകത്ത് ഇൻറ്റീരിയർ ഫിനിഷിംഗ് വാളുകളിലാണെങ്കിൽ പുട്ടി വർക്ക് ചെയ്യണം. പുട്ടി വർക്കിന് ശേഷം വീണ്ടും പ്രൈമർ അടിച്ച് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കണം. ഇതാണ് സാധാരണ ചെയ്യുന്നത്. എക്സ്റ്റീരിയർ ആണെങ്കിൽ എക്സ്റ്റീരിയർ പ്രൈമർ അടിക്കുക, അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് അടിക്കുക. അതിനുശേഷം ചിലർ എക്സ്റ്റീരിയർ പ്രൈമറിന് പകരം എക്സ്റ്റീരിയർ പുട്ടി അടിക്കുന്നുണ്ട്, ചില കമ്പനികൾ അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പ്രൈമർ അടിച്ച് ഫൈനലായിട്ടുള്ള പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ ലീക്കേജോ സീപ്പേജോ ഒക്കെ ഉണ്ടാകുന്ന, കൂടുതൽ നനവ് ഈർപ്പമൊക്കെ അടിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഡാം പ്രൂഫ് പോലെയുള്ള മെറ്റീരിയലുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഇൻറ്റീരിയർ പെയിൻറ്റിനെ കുറിച്ചാണ് കാര്യമായിട്ട് പറയാൻ പോകുന്നത്. ഇൻറ്റീരിയർ പെയിൻറ്റ്, ഇപ്പോൾ ഉദാഹരണം ഒരു കമ്പനിയെ എടുത്തിട്ട് ഏഷ്യൻ കമ്പനിയുടെ പെയിൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏഷ്യൻ കമ്പനിയിൽ ആദ്യമായിട്ട്, അതായത് ട്രാക്ടർ എമൽഷൻ എന്ന് പറയുന്ന ഏറ്റവും ലോ കാറ്റഗറിയിൽ, ക്വാളിറ്റിയിലായാലും പ്രൈസിലായാലും ഏറ്റവും ലോ കാറ്റഗറിയിലുള്ളതാണ് ട്രാക്ടർ എമൽഷൻ എന്ന് പറയുന്നത്. ട്രാക്ടർ എമൽഷൻ എന്ന് പറയുന്ന പെയിൻറ്റ് കവറേജും മറ്റ് ഇതിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ ഹയർ കാറ്റഗറിയിലുള്ള പെയിൻറ്റുകളെ അത്രയും കവറേജ് കിട്ടിയാൽ ലൈഫ് കുറവായിരിക്കും. സ്റ്റെയിൻ അഥവാ ചെളിയോ അല്ലെങ്കിൽ കറിയോ ചായക്കറിയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അബ്സർവ് ചെയ്യും. അപ്പം ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു പെയിൻറ്റാണ്. ഫിനിഷിംഗ് ആയാലും സ്മൂത്ത്നെസ് ആയാലും മറ്റ് ഹയർ കാറ്റഗറിയിലുള്ള പെയിൻറ്റുകളുടെ അത്രയും ക്വാളിറ്റിയോ നിലവാരമോ ഡ്യൂറബിലിറ്റിയോ ഉണ്ടാകുന്നതല്ല. അതാണ് ട്രാക്ടർ എമൽഷൻ്റെ പ്രത്യേകത. എന്നാൽ ട്രാക്ടർ എമൽഷൻ പ്രൈസ് വൈസിൽ കുറവാണ്. അതുപോലെ നമുക്ക് ട്രാക്ടർ എമൽഷൻ്റെ തന്നെ കുറച്ചുകൂടെ സബ് കാറ്റഗറി, ട്രാക്ടർ ഷൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ള സീലിങ്ങിനൊക്കെ അടിക്കാനായിട്ട് വരുന്നുണ്ട്. ഇനി ഈ ട്രാക്ടർ എമൽഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്കോ ലൈറ്റ് പ്രീമിയർ എമൽഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള പെയിൻ്റാണ്. ഇത് വാഷബിൾ പെയിൻ്റാണ്. ട്രാക്ടർ എമൽഷൻ എന്ന് പറഞ്ഞത് വാഷബിൾ അല്ല. വാഷബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ കളറ് ഫെയ്ഡാവാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രീമിയർ എമൽഷൻ നമ്മൾ തുണിയൊക്കെ വെച്ച് നനച്ച് തുടച്ചാലും കളറ് ഫെയ്ഡാവത്തില്ല. അത്യാവശ്യം ചെളി കറയൊക്കെ പിടിച്ചാലും അതിൻ്റെ പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ചുമരിലേക്ക് അബ്സർവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഈസി വാഷബിളാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഡ്യൂറബിലിറ്റി ആയാലും ട്രാക്ടർ എമൽഷനേക്കാളും കുറച്ചുകൂടെ ലൈഫ് ഉണ്ടാവും. സ്മൂത്ത് സർഫേസ് ആയിരിക്കും. പിന്നെ കവറേജ് ആയാലും ഈ ട്രാക്ടർ എമൽഷനേക്കാളും കൂടുതലായിരിക്കും. ഇനി ശേഷമുള്ള നമുക്ക് നോക്കിയാൽ റോയൽ എന്ന് പറയുന്ന റോയൽ എമൽഷൻ, ഏഷ്യൻ്റെ തന്നെയാണ്. റോയൽ എമൽഷൻ നമുക്ക് ഉപയോഗിക്കാം. റോയൽ ഏറ്റവും ക്വാളിറ്റിയുള്ള പെയിൻ്റാണ് ഈ കാറ്റഗറിയിലുള്ള ഇൻറ്റീരിയർ പെയിൻറ്റുകളിൽ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് കവറേജ് വളരെ സ്മൂത്ത് സർഫേസ് ആയിരിക്കും. പ്ലാസ്റ്റിക് എമൽഷൻ എന്നും കൂടി ഇതിനെ വിളിക്കാറുണ്ട്. ഈ പ്ലാസ്റ്റിക് ഇതിൻ്റെ സ്മൂത്ത് സർഫേസ് ആയിരിക്കും. ഇതിന് ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഫഷണൽ പെയിൻറ്റേഴ്സ് അല്ലാത്തവർ ഈ പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചുമരിൽ സ്മൂത്തായിട്ടുള്ള ഒരു ചുമര ആക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രൈമറി വർക്കുകൾ, അതായത് പുട്ടി, പ്രൈമർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സാൻഡിങ് വർക്കുകൾ, അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സർഫേസിൽ എന്തെങ്കിലും കുഴിവുകളോ ക്രാക്കുകളോ പാടുകളോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് വിസിബിളാകും. എന്ന് പറഞ്ഞാൽ ഈ റോയൽ എമൽഷൻ
കുറച്ചുകൂടെ നാനോ കണ്ടൻ്റാണ് ഇതിലുള്ളത്. അപ്പോൾ കുഴികളിലേക്കൊക്കെ കൂടുതലായിട്ട് ഇറങ്ങി പിടിക്കും. അപ്പം അതിൽ സർഫേസിൽ എന്ത് പാടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് എടുത്തെറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ പെയിൻറ്റിൻ്റെ ഫിനിഷിങ് ഉണ്ടാകും. അപ്പം വളരെ കുട്ടികൊണ്ട് നമ്മൾ വളരെ സ്മൂത്തായിട്ടുള്ള സർഫേസ് ആക്കിയിട്ടില്ലെങ്കിൽ, വളരെ നല്ല രീതിയിൽ പേപ്പറിങ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് വൃത്തികേടായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് റോയൽ എമേഴ്ഷൻ പ്രോപ്പറായിട്ടുള്ള സാൻഡിങ് വർക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വശങ്ങളിൽ നിന്ന് ലൈറ്റ് അടിച്ച് നോക്കി കുഴിവുകളും പാടുകളും മാർക്കുകളും ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ റോയൽ എമേഴ്ഷൻ പെയിൻ്റ് അടിക്കാൻ പാടുള്ളൂ. ഇനി റോയലിൻ്റെ തന്നെ റോയൽ മെറ്റാലിക് വേറൊരു കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. ഏകദേശം ക്വാളിറ്റി വൈസ് ഇത് സെയിം തന്നെയാണ്. പക്ഷേ മെറ്റാലിക് ആവും, മെറ്റാലിക് ലുക്കിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടി കൂടുതലുണ്ടാകും. കോസ്റ്റ് വൈസ് ആയാലും ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്കൊരു ഇത് റോയൽ എമേഴ്ഷൻ, അതായത് റോയൽ ടെക്സ്ചർ വർക്കുകൾ, റോയൽ പ്ലേ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള പെയിൻറ്റുകളും കൂടെ ഉണ്ട്. അതായത് ഈ പെയിൻറ്റുകൾ തന്നെ നമ്മൾ റോയൽ പെയിൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസ് കോട്ടും വേറൊരു കളർ ടോപ്പ് കോട്ടുമായിട്ട് പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്ചർ വർക്കുകൾ ചെയ്യുന്നതാണ് റോയൽ പ്ലേ എന്ന് പറയുന്നത്. റോയൽ പ്ലേയിൽ ഒരു പർട്ടിക്കുലർ ടൂള് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. കോമ്പിങ് ചെയ്യുന്ന ടൂളുകൾ, സ്പോഞ്ചിങ് ചെയ്യുന്ന ടൂളുകൾ, അതുപോലെ റോളർ ടൂളുകൾ, പല ഡെക്കറേറ്റീവ് റോളറുകളുള്ള ടൂളുകൾ, അതുപോലെ പലതരമുള്ള ഹാൻഡ് ടൂളുകളും സ്പോഞ്ച് ടൂളുകളും, അങ്ങനെ പലതരം ടൂളുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പല ടെക്സ്ചറുകൾ, കമ്പനി പറയുന്ന കമ്പനിയുടേതായിരിക്കുന്ന ടെക്സ്ചർ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൂളുകൾ കൂടാതെ തന്നെ നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ പല ടൂൾ വർക്കുകൾ ഉപയോഗിച്ച് ബേസ് കോട്ടും ടോപ്പ് കോട്ടും ഉപയോഗിച്ച് ഡെക്കറേറ്റീവ് വാളുകൾ നിർമ്മിക്കാൻ പറ്റുന്ന പെയിൻറ്റുകളും ഡിസൈനുകൾ, പെയിൻറ്റിങ് ഐഡിയകളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ പെയിൻറ്റുകളെക്കുറിച്ച്, ഇൻറ്റീരിയർ പെയിൻറ്റുകളെക്കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെയുള്ള പല പെയിൻറ്റുകളും ഇപ്പം ഈ പറഞ്ഞ കാറ്റഗറി, ഇപ്പോൾ ഏഷ്യൻ കമ്പനിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഏഷ്യന് മാത്രമല്ല, ഇപ്പോൾ ബർജറിനായാലും നിപ്പോൺ ആയാലും ജൂട്ടോൺ ആയാലും JSW ആയാലും ഡ്യൂലക്സ് ആയാലും ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഈ ഏകദേശം ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി, വാഷബിൾ അല്ലാത്തതും വാഷബിൾ ആയിട്ടുള്ളതും വാഷബിളിൽ തന്നെ പ്രീമിയം കാറ്റഗറിയിലുള്ളതുമായിട്ടുള്ള പെയിൻറ്റ് കാറ്റഗറികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ പെയിൻറ്റുകളെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചും ഓരോ ഏരിയയുടെ ഉപയോഗത്തിനനുസരിച്ച്, ഇപ്പോൾ കൂടുതൽ ആളുകൾ തൊടുകയും സർഫേസ് മുഷിയാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൂടുതൽ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള പെയിൻറ്റുകൾ ഉപയോഗിക്കുകയും, അതേപോലെ തന്നെ അധികം കൈ തൊടാത്ത അല്ലെങ്കിൽ തൊടാൻ സാധ്യതയില്ലാത്ത, ഡാമേജ് ആവാൻ സാധ്യതയില്ലാത്ത സീലിംഗ് പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കുറഞ്ഞ കാറ്റഗറിയിലുള്ള പെയിൻ്റ് ആയാലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ തുടർന്നുള്ള വീഡിയോകൾ ചെയ്യും. പെയിൻറ്റ് വർക്കിനെക്കുറിച്ച്, പുട്ടി വർക്കിനെക്കുറിച്ച്, പ്രൈമർ വർക്കുകളെക്കുറിച്ച്, ഓരോ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ആളുകളിലേക്ക് ഇത് വീഡിയോ ഉപയോഗപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.